ിലേക്കാം. നമുക്ക് നമ്മുടെ രാജ്യത്തെയും നമുക്ക് രാജ്യത്തിൽ തന്നിരിക്കുന്ന അധികാരത്തെയും നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവദാസന്മാരെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തിലേക്കാം. When I am living in India, I am proud that I am an Indian. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എന്റെ ദൃശ്യ രാജ്യത്തെ കുറിച്ച് ഞാൻ അഭിമാനമുള്ളവൻ. I will never let that go, because if you really love your nation, it shows or reflects your love towards God. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നെങ്കിൽ അത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം കൂടെ കാണിക്കുന്നു. I was born an Indian, but I never loved India like this. Christ, when he came into my heart, the love started overflowing, knowing that my destiny, my blessing is connected to this nation. ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ്, ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ദൈവവചനം മനസ്സിലാക്കിയപ്പോഴാണ് എന്റെ രാജ്യത്തോട് എന്റെ അനുഗ്രഹവും രാജ്യത്തിന്റെ അനുഗ്രഹത്തോട് ഞാനും ബന്ധപ്പെട്ടിരിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. I will give you a key. ഞാനൊരു രഹസ്യം. It is a mystery. അതൊരു വലിയ രഹസ്യമാണ്. If you want to be blessed, love India first. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രാജ്യത്തെ, ഭാരതത്തെ ആദ്യം സ്നേഹിക്കുക. In our heart Jesus is king, but where we are living, that is our nation where God has sent us to love it, protect it, stand for it. We are proud to be Indians as we are proud to be the citizens of heaven. നമ്മുടെ ഹൃദയം മുഴുവൻ യേശുവാണ്, യേശുവിനാൽ നിറഞ്ഞിരിക്കുക. പക്ഷെ യേശുവിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കർത്താവ് നമ്മളെ മനസ്സിലാക്കി തന്നത് തന്നെ നമ്മളായിരിക്കുന്ന രാജ്യത്തെ എന്റെ ഹൃദയം ഇന്ത്യയെ സ്നേഹിക്കുന്നു. The Bible says, praying for your nation, standing for your nation, praying for all those who are in authority. This is pleasing to God. എന്തുകൊണ്ട് വചനം പറയണം? നിന്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതണം? I know as each day approaches, the more I know Jesus, the more love for my country increases. എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് അടുക്കും തോറും, ദൈവവചനത്തോട് അടുക്കും തോറും എന്റെ രാജ്യത്തോടും എന്റെ കാണുന്ന രാജ്യത്തോടുള്ള സ്നേഹവും എനിക്ക് വർദ്ധിക്കും. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ഹല്ലേലൂയ. വർദ്ധിക്കുന്ന, പെരുകുന്ന, ഏറുന്ന, അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസവും കൂടെ കർത്താവ് നമുക്ക് തന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ചേർന്ന് കർത്താവിനെ, നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനായി രാധാകൃഷ്ണൻ ക്ഷണിക്കുന്നു. നമുക്ക് വയ്ക്കേണ്ട ഒരു മനസ്സ്, നമുക്ക് ഒരു മനസ്സോടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരു മനസ്സോടെ വയ്ക്കേണ്ട മുഴുവൻ എല്ലാ കുടുംബങ്ങളും ചേർന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരത രാജ്യം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഭാരതത്തിലെ എല്ലാ മക്കളും, 140 കോടി ജനങ്ങളും യേശുവിനെ അറിയുവാനുള്ള ഒരു വലിയ കൃപ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ,
ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, മോദിജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്റെ എല്ലാ ജോലിക്കാരും കർത്താവ് സഹായിക്കും. അവൻ നന്നായി ഭരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരെയും കർത്താവ് എല്ലാ മിനിസ്റ്റേഴ്സിനെയും കർത്താവ് എല്ലാ എംപിമാരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ജവാന്മാരെയും കർത്താവ് എല്ലാ പോലീസ് ഓഫീസർമാരെയും എല്ലാ കളക്ടേഴ്സിനെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന എല്ലാ അധികാരികളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ത്യ ഉയർച്ചന പ്രാപിക്കും. ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ അഗ്നികൾ കത്തിപ്പടരും. യേശുവിനാൽ ഇന്ത്യ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യ ലോക രാജ്യങ്ങളിൽ നമ്പർ 1 മാറുമായി സ്തോത്രം ചെയ്തു. കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കേരളം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. കേരളം സമ്പസമൃദ്ധമാകട്ടെ. കേരളം സുവിശേഷം അറിയട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രളയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരെയും കർത്താവ് എംപിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് കേരളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേറ്റ് ആയി ഇന്ത്യന്മാരുമായി സ്തോത്രം ചെയ്യുന്നു. കേരളം മുഴുവൻ സുവിശേഷം ശക്തിപ്പെടുവാൻ കർത്താവെ ഞങ്ങളുടെ സഭയെ കർത്താവ് ഉയർത്തുന്നതായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കേരളത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കേരളത്തെ കൃഷിയെ അനുഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാ വ്യവസായ മേഖലയെ അനുഗ്രഹിക്കുന്നു. കേരളത്തിലെ കർത്താവ് എല്ലാ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളെയും എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ആത്മീയപിതാവായ തങ്ങളുടെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകനായ സ്ഥലത്തിൽ കൂടുതൽ ദൈവം മഹത്വത്താൽ അറിയപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. സുവിശേഷവുമായി കർത്താവ് ഇനി അനേക രാജ്യങ്ങളിലേക്ക് കടന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ തോമസ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് വെങ്കടേശന്റെ DPI വിനോദനെയും കുടുംബത്തെ പ്രാർത്ഥിക്കുകയാണ്. വെങ്കടേശ് എല്ലാ സഭകളെയും എല്ലാ പാസ്റ്റർമാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് എല്ലാ TNTസിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കുഞ്ഞുങ്ങളുടെ കർത്താവെ അനേകരെ നേടുവാൻ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ തന്നെ 26 നടക്കുന്ന മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ യൂത്ത് കോൺഗ്രസ് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ വൈക്കൻഡേഴ്സുള്ള എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ഒരു കൂത്തുണ്ട സത്യത്തിനവരങ്ങോട്ടാണ് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും ഓരോ വീടുകളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇന്നൊരു അത്ഭുതത്തിന്റെ കർത്താവ് വർഷ ദൂത് പോലെ തന്നെ കർത്താവെ സങ്കീർത്തനം 23 പ്രകാരവും കർത്താവെ 62 പ്രകാരവും വൈക്കൻഡേഴ്സുള്ള ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു രാധാകൃഷ്ണൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന ദൈവസന്നിധിയിലിരിക്കാം. ഈ സമയം നമ്മുടെ വാഗ്ദത്ത വചനങ്ങൾ ഏറ്റുപറയുന്ന സമയമാണ്. വാഗ്ദത്ത വചനങ്ങളെ വായിക്കുന്നതിനായി വെള്ളൂർ ചർച്ചിലെ വത്സാൻഡി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് വചനം ഏറ്റെടുക്കാം. റേഞ്ച് പ്രശ്നമാണോ? വത്സാൻഡി കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സങ്കീർത്തനം 23. യേശു എന്റെ കാന്തനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ യേശു എന്നെ കടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് കർത്താവ് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ എന്റെ യേശു തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുളിൻ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. യേശു എന്നോട് കൂടെ ഇരിക്കുന്നു. തന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു.
എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യേശുവിന്റെ കൂടെ ദീർഘകാലം വസിക്കും. യെശയ്യാവ് 62:1-2. ആദർശനെ കുറിച്ച് കർത്താവ് മിണ്ടാതിരിക്കുകയില്ല. ആദർശനെ കുറിച്ച് യേശു അടങ്ങിയിരിക്കുകയുമില്ല. കർത്താവിന്റെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് ആദർശന് വിളിക്കപ്പെടും. ആമേൻ. ഞാൻ വാലല്ല തലയാകും. ഞാൻ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനാകും. ലോകം എന്റെ നീതിയെയും സകല രാജാക്കന്മാരും എന്റെ മഹത്വത്തെയും കാണും. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത വചനങ്ങളെ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമുക്ക് വർഷിപ്പിലേക്ക് കടക്കാം. വർഷിപ്പ് ചെയ്യുന്നതിനായി വെള്ളൂർ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരിക്കുന്ന അനു സിസ്റ്ററെയും ആദിത്യം ബ്രദറിനെയും ക്ഷണിക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്തു ഞാൻ വരും, കുഞ്ഞാടിന്റെ രക്തത്തിനായി. അതിപരിശുദ്ധ സ്ഥലത്തു ഞാൻ വരും, കുഞ്ഞാടിന്റെ രക്തത്തിനായി. നാദാ നിന്നാമം അതിവിശുദ്ധം, അതിവിശുദ്ധം. നാദാ നിന്നാമം അതിവിശുദ്ധം, അതിവിശുദ്ധം. നാദാ നാദാ നിന്നാമം അതിവിശുദ്ധം, അതിവിശുദ്ധം. നാദാ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാടെ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാടെ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റേതാ നിന്റെ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനായില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ ഒപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേക്കാൾ വേറെയോ ഇതേയും സ്നേഹിക്കില്ല യേശുവേ. അങ്ങേക്കാൾ വേറെയോ ഇതേയും സ്നേഹിക്കില്ല യേശുവേ. നീ എനിക്കായി ചെയ്തതും
നീ എനിക്കായി ചെയ്തതും അത് കണ്ടിട്ടില്ല കാതുകളും അത് കേട്ടതില്ല ഹൃദയത്തിൽ തോന്നിയതില്ല ഒരു കണ്ണും അത് കണ്ടിട്ടില്ല കാതുകളും അത് കേട്ടതില്ല ഹൃദയത്തിൽ തോന്നിയതില്ല വേറെ ഒത്തിനെയും സ്നേഹിക്കില്ല യേശുവേ ഹല്ലേലൂയ 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 ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ ഹല്ലേലൂയ 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 മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം തുടിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം തുടിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി വീരപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി വീരപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്തിൽ ഭാരങ്ങൾ മാറിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്തിൽ ഭാരങ്ങൾ മാറിടുന്നു മഹത്വത്തിൻ കൂടെ കീഴിൽ ഞാനിരുന്നു അതിനത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വത്തിൻ കൂടെ കീഴിൽ ഞാനിരുന്നു അതിനത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിടുന്നു Hallelujah. Thank you, Anu Adityan. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം വരുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹം അങ്ങനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മെ സ്നേഹിക്കുകയും കർത്താവിന്റെ സ്നേഹത്തിന് വഴി നടത്തി ചെയ്യുന്ന നമ്മുടെ ആത്മപിതാവായ തമ്പുരാന്റെ സ്നേഹാന്വേഷണങ്ങളും എല്ലാവരെയും അറിയിക്കുന്നു. ഐക്യം ഡയോസിസിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസിസിന്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവജനം പങ്കുവെക്കുന്നത് കോട്ടയം സെൻട്രൽ ഡയോസിസിൽ ഞങ്ങളുടെ സ്തോത്രം പുതുപ്പള്ളി ഏരിയയുടെ അവിടെ ഇൻചാർജ് ആയിരിക്കുന്ന പ്രിയ മോഹൻ ബ്രദറാണ്. സ്തോത്രം. മോഹൻ ബ്രദറെ വളരെ വർഷങ്ങളായിട്ട് സ്തോത്രങ്ങൾക്ക് വളരെ അടുത്തറിയാം. കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ്. കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനും ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് 6:30 നമ്മുടെ ട്രിവാൻഡ്രം
സിറ്റിയിൽ മോർണിംഗ് പ്രയറിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പാസ്റ്റേഴ്സും ശ്രദ്ധിക്കുക. നമുക്ക് 7:30ക്ക് നമ്മൾ നാളത്തെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. പാസ്റ്റേഴ്സ് എല്ലാവരും 7:30 ആകുമ്പോൾ ഇല്ലെങ്കിൽ വീണ്ടും കയറണം. സ്നേഹം ഓർപ്പിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൈവത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. മോഹൻ ബ്രദറിനെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? മോഹൻ ബ്രദറെ കേൾക്കാം. ക്ലിയർ. ഇന്ന് ഈ പ്രഭാതത്തില് വൈക്കം ഡേയ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് കർത്താവിനോട് സന്നിധിയിൽപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്നിരുന്നു. എനിക്ക് വളരെ സന്തോഷം വൈക്കം ഡേയ്സിലുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും. കാരണം ആമേൻ ഹല്ലേലൂയ, അവിടെ ആയിരിക്കുന്ന സ്തോത്രം കർത്താവിന്റെ ദാസനെ ഓർത്തിയും കർത്താവിന് നന്ദി പറയുന്നു. വിനോദ് പറഞ്ഞെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ. ആദ്യം മുതലേ തന്നെ ഞാൻ വരുന്ന കാലം മുതൽ തന്നെ അതുവരെ ഇടയാക്കിയ ആ പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ എപ്പോഴും നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. കർത്താവിന്റെ ആമേൻ സാന്നിധ്യത്തിനായി കർത്താവിന് വേണ്ടി ആ വില കൊടുക്കുന്ന, ആ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ആമേൻ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കർത്താവിൽ വഴി നടത്തുകയും ചെയ്യുന്ന തങ്കൂരിനെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. കർത്താവ് തെരഞ്ഞെടുത്ത തന്റെ ദാസൻ. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ലോർഡ്. അത് വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഓ ലോർഡ് ജീസസ്. യേശുവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഗ്ലോറി. പെട്ടെന്ന് നമുക്കൊരു വേദവചനം വായിക്കാം. ഇന്ന് എന്നോട് ഇന്ന് ഡയസിസില് വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളില് തന്ന ഒരു വേദവചനമാണ് ഇന്ന് പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അതിന്റെ 6-7 വാക്യങ്ങളാണ് എന്നെ കർത്താവ് ഓർപ്പിച്ചത്. നീ എന്റെ രക്തത്താൽ വിടുവിച്ച്. നെറ്റിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നേ. മുമ്പേ കേൾക്കാമോ? നെറ്റിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ചെയ്താൽ ചിലപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആകും. വീഡിയോ ഓഫ് ചെയ്തെന്ന് പറയാമോ? കേൾക്കാവോ ബ്രദറെ? സ്തോത്രം. ഇവിടെ നെറ്റിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞേ. സ്തോത്രം. ഇന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കർത്താവിന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ച ഒരു വേദവാക്യമാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യമാണ്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മെ രാജ്യവും പുരോഹിതനുമാക്കി തീർത്തവനുമായി ആയവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരവനെ കാണും. ആമേൻ ഹല്ലേലൂയ. പ്രാരംഭമായി പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്നവൻ. നാം സ്നേഹിച്ചതല്ല, കർത്താവിനെ സ്നേഹിച്ചതാണ്. എന്റെ ഒരു യോഗ്യത കണ്ടുകൊണ്ടല്ല. ആമേൻ. ആ സ്നേഹം ഞാൻ തിരിച്ചറിയുമ്പോൾ ഒരു യോഗ്യതയുമില്ലായിരുന്ന എന്നെ
കർത്താവ് തെരഞ്ഞെടുത്തതിന്റെ പിൻപിൽ എന്റെ കർത്താവിന്, എന്റെ അപ്പന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അത് വ്യക്തമായി ഞാൻ തിരിച്ചറിയുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുപോകും. ഉറമന ശന്തര ഗ്ലോറി ജീസസ്, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടാകും, ഞാന് ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുന്നത് വെറുതെ അല്ല. കർത്താവിനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് ദൈവികമായ ഒരു പദ്ധതിയാ. അതുകൊണ്ടാണല്ലോ കർത്താവിനെ തെരഞ്ഞെടുത്തത്. ഇന്ന് എത്രയോ കോടി ജനങ്ങളുണ്ട്, എത്രയോ പേര് വിശേഷം കേൾക്കുന്നു. എന്നാൽ എന്റെ ഹൃദയത്തെ തുറന്ന് എന്നെ പിൻപിൽ എന്റെ കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ തെരഞ്ഞെടുത്ത് കർത്താവ് അവനെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. പത്രോസ് ലേഖനത്തിൽ പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയ, രാജകീയ പുരോഹിത വർഗമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞവരാ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അനേകർ യേശുവിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് വ്യക്തമായി തിരിച്ചറിയുന്നവരാ ഭാഗ്യവാന്മാർ. പത്രോസിനോട് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, ആമേൻ, യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരൊക്കെ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, ഗ്ലോറി. പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞത്. ഇതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും കർത്താവിനെ കുറിച്ച് പല അഭിപ്രായമായിരുന്നു. ക്രിസ്ത്യാനികളെ ദൈവം, അല്ലെ, ഹല്ലേലൂയ, പല രീതിയിലായിരുന്നു. എന്നാൽ കർത്താവ് എന്റെ ഹൃദയത്തെ തുറന്നു. അതുപോലെ പത്രോസ് പറയുവാണ്, ഹല്ലേലൂയ, ഓ ഗ്ലോറി ലോർഡ്, അവൻ ഏലിയാവാണ്, പ്രവാചകനാണ്. പല രീതിയിൽ മനുഷ്യർ പറയുമ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാനിടയായി. അപ്പോൾ കർത്താവ് പറയാണ്, വരിയോണ ശിമോനെ, നീ ഭാഗ്യവാൻ. ഓ രമന ശങ്കര, ഇനി സുമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഹല്ലേലൂയ, നമ്മൾ ആ ഭാഗ്യവാന്മാർ. ഓ, ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഭാഗ്യവാന്മാർ. ഉർബാനക ശന്തേ, ഹല്ലേലൂയ, ഗ്ലോറി ലോർഡ് ജീസസ്, ആമേൻ. ഈ ജഡരക്തങ്ങളല്ല അത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗത്തിൽ പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയും. എന്തൊരു അധികാരമാണ് അവിടെ തന്നത്. ഈ ക്രിസ്തു ആരാണെന്നുള്ള ഒരു വെളിപ്പാട് കിട്ടുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവർക്ക് ഒരു വാഴ്ചയുടെ അനുഭവമാകും. കാരണം അന്ന് വരെ പിശാച്, ഹല്ലേലൂയ, നമ്മളെ അടിമനുഖത്തിൽ ഇട്ടിരിക്കുവായിരുന്നു. സ്തോത്രം. അതാ കൊലോസ്യർക്ക് ലേഖനം പറയാണ്, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മളെല്ലാം ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. എന്നാൽ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ജീസസ്, ഗ്ലോറി, ഹോളി ലോർഡ്, ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മാത്രമേ ഞാൻ എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനായിട്ട് തീരത്തുള്ളൂ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിട്ടല്ല. എന്റെ ജീവിതം എന്റെ അപ്പന് വേണ്ടിയിട്ടാണ്, എന്നെ വീണ്ടെടുത്ത. ഹല്ലേലൂയ. അത് പൊന്നെ വെള്ളി മുതൽ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്നെ വിലയ്ക്ക് വാങ്ങിയത്. തന്റെ സ്വന്തം രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, ഓ രമന തന്റെ മഹത്വം ലോകം കാണുവാൻ, തന്റെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്നെ നിർത്തിയിരിക്കുന്നത് ബോധ്യമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. Glory Lord, hallelujah. Oh Jesus, mighty Lord, haba shaba baba, uramana bashandete, hallelujah. Glory, holy Lord, amen. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഗ്ലോറി. വെളിപ്പാട് 5:9 പറയാണ്, ആമേൻ, ഹല്ലേലൂയ. അവൻ അറുക്കപ്പെട്ടു തന്റെ രക്തത്താൽ. ഹല്ലേലൂയ. സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവം വിലയ്ക്ക് വാങ്ങുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, ഒരു സാധനം നമ്മൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഒരു ഉദ്ദേശമില്ലാതെ നമ്മൾ അതൊന്നും വിലയ്ക്ക് വാങ്ങത്തില്ല. ആമേൻ. അത് ഏറ്റവും വിലയേറിയതൊന്നാണ്. ഈ ലോകത്തിലെ എല്ലാത്തിനെക്കാട്ടിലും വിലയേറിയ ഒരു വസ്തു കൊടുത്തിട്ടാ നമ്മളെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഞാനും നിങ്ങളും ഏറ്റവും വിലയേറിയവരാണ്. ആദ്യമേ നമുക്ക് ബോധ്യമുണ്ടായിരിക്കും, ഞാൻ വിലപ്പെട്ടവനാണ്. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പൊടിയല്ല, ഞാൻ മണ്ണല്ല. ഗ്ലോറി ലോർഡ്. എന്നൊരു ദൈവ പൈതലായി, ദൈവമകനായി എന്നെ ദൈവമാക്കിയെങ്കിലും ദൈവത്തിന് പകരക്കാരനായി
കർത്താവിന് പകരക്കാരനായി ഭൂമിയിൽ നിന്നുകൊണ്ട് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയ. വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കുക, ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആമേൻ ആ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ഏവരെയും തിരഞ്ഞെടുത്തതാ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 15 പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുത്ത കർത്താവിന് എന്നെ നിങ്ങളെ കുറിച്ചൊരു വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടല്ലോ. ഓ ലോർഡ് ജീസസ്, ഓരോ ദിനവും ആ പദ്ധതിയുടെ ആ വ്യക്തത അറിഞ്ഞ് അതിന്റെ ഉദ്ദേശത്തിനായി നമ്മളെ തന്നെ ഫലമേൽപ്പിക്കുമ്പോൾ ഗ്ലോറി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലിണങ്ങി ഒരു ആയുധമായി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് വെളിച്ചമായി, ഓ ഗ്ലോറി ലോർഡ് തന്റെ മഹത്വം ലോകം കാണുവാൻ ആ മഹത്വത്താല നമ്മളെ വീണ്ടെടുത്തത്. ആ മഹത്വം ദൈവത്തെ ദൈവമാക്കുന്ന ദൈവമഹത്വമാണ്. ഗ്ലോറി ജീസസ്. അതേ പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നു, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ എന്ന് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 22 പറയാണ്, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുകയാ. ഹല്ലേലൂയ. ഓ റമന ശന്തര. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ് ആ മഹത്വം കൊടുത്തത്? ആമേൻ. ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അവരിൽ നമ്മൾ ഒന്നായിരിക്കുവാൻ, ലോകം അറിയുവാൻ. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവർ വാസ്തവമായ ഒരു ദൈവം, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് അറിയുവാൻ. അതെന്തുകൊണ്ട്? ആ സ്നേഹം അറിയുമ്പോഴാണ്. നമ്മൾ തമ്മിൽ ആ സ്നേഹം കാണുമ്പോൾ ലോകം അറിയും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ജീസസ്. ആ ദൈവസ്നേഹം നമ്മളിൽ പകരുന്ന പരിശുദ്ധാത്മാവിനാണ്. അതെ, റോമാലേഖനം 5:5 പറയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഊറമന ശന്തരാധരന്ധരാധരന്ധരേ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിലേക്ക് ആമേൻ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുന്തോറും ദൈവസ്നേഹത്താൽ നമ്മൾ മൂടപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ എന്റെ കൂട്ടു സഹോദരങ്ങളെ ഞെരുക്കി വെറുക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ദൈവദാസനെതിരായിട്ട് എനിക്കൊന്നും പറയുവാൻ പറ്റത്തില്ല. ആ ദൈവ സ്നേഹത്താൽ ഞാൻ മൂടപ്പെടുമ്പോൾ ലോകം അറിയും. ഗ്ലോറി ലോർഡ്, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന്. ഉരമന ശന്തരാധരന്ധരാധരന്ധരേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ലോർഡ്. ആ ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയുവാൻ, ഗ്ലോറി ലോർഡ്, തന്റെ മഹത്വം ലോകം കാണുവാൻ തക്കമാണ് ദൈവം നമ്മൾ വിളിച്ചത്. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്നു. അതെ, യോഹന്നാന്റെ ലേഖനത്തിൽ പറയാണ്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിച്ചതാ, നാം അവനെ സ്നേഹിച്ചതല്ല. ഇന്ന് എത്രയോ പറയും, കർത്താവായ എന്നെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് ഞാൻ എന്ത് വില കൊടുക്കും? ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ, അതേ അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർക്കെതിരെ പറയാം, നീ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇനി ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയണം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കിയല്ല അവർ വിശ്വസിക്കുന്നത്, കാണുന്നതല്ല അവർ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം എന്ത് പറഞ്ഞോ, കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞോ, അതെ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന ഉറമന വശന്തരാധരന്തരെ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൈവ മഹത്വം കാണും. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണമായിരിക്കും ദൈവസിസ്. ഗ്ലോറി ലോർഡ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഊറമന ശന്തരാധരന്ധരാധരന്ധരാധരന്ധരേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഓ, ഈ സ്വർഗ്ഗവിരുന്നില് നമ്മളെ ദൈവമാക്കിയതിന്റെ പിൻപിൽ കർത്താവിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഗ്ലോറി ലോർഡ്. വിശ്വസിക്കുന്നവർ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ജീസസ് മൈറ്റി ലോർഡ്. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം നമ്മളെ വിളിച്ചതിന്റെ പിൻപിൽ ദൈവികമായ പദ്ധതി തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ അനേകര് ഇന്ന് അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാണ് മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാ ലോകത്തിലേക്ക്. ഗ്ലോറി ലോർഡ്.
ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തുമില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ആകയാൽ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളി അരുളി ചെയ്ത കർത്താവിന്റെ വാഗ്ദത്ത വചനപ്രകാരം ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ മുഴു സ്വർഗവും നമ്മളോട് കൂടെ ഇരിക്കും. ആമേൻ. ആ സ്നേഹമാണ് എന്നെ അതിൽ പ്രേരിപ്പിക്കുന്നത്. ആ തികഞ്ഞ സ്നേഹത്തിൽ ഭയമില്ല. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയാണ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയത്തിന് ദണ്ഡനമുണ്ട്. ഓ ലോർഡ് ജീസസ് ഓഫ് ഗ്ലോറി, ഹോളി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഗ്ലോറി. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ചു. ഇനി ഞാൻ പാപിയല്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. യേശുവിന്റെ രക്തമായി എന്നെ നീതീകരിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഗ്ലോറി ലോർഡ്. എനിക്ക് ധൈര്യത്തോടെ ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം ആ രക്തമായി എനിക്ക് നൽകുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ പറയാണ്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാണ് എന്റെ യേശു. ഹല്ലേലൂയ. മരിച്ചതോ കല്ലറയിൽ കിടക്കുന്നവനല്ല, ഉയർത്തെഴുന്നേറ്റിന്നും അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഓ ഗ്ലോറി ലോർഡ് ജീസസ്, ഗ്ലോറി, ആമേൻ. ആ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ആ ബോധ്യത്തോടെ നമുക്ക് കർത്താവ് ഹല്ലേലൂയ നമ്മളെ വിളിച്ചതിന്റെ പിൻപിലുള്ള കർത്താവിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും വീതിയും നീളവും അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഓ നമ്മൾ ഹല്ലേലൂയ സങ്കീർത്തനം നമ്മൾ വായിച്ചുള്ള നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഹല്ലേലൂയ. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ലോർഡ്. എന്നാൽ എന്റെ കർത്താവിന്റെ ഹല്ലേലൂയ ഇഷ്ടം എന്താ? നശിച്ചു പോകുന്ന ഒരാത്മാവ്, ഓ ആ ആത്മാവിനെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ. ഹല്ലേലൂയ. ആ ഒരു ദാഹം എന്റെ ഉള്ളിൽ എപ്പോഴാ ഉണ്ടാകുന്നത്? കർത്താവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ. ഓ ഗ്ലോറി. യോഹന്നാന് ശേഷം 20 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബറിയോന ശിമോനെ, ഇവയെക്കാട്ടിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ആ മത്സ്യം, ഹല്ലേലൂയ, ആമേൻ, അവർക്ക് 153 വലിയ മത്സ്യങ്ങളെ കിട്ടി. ഹല്ലേലൂയ. അതെല്ലാം അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. എങ്കിലും കർത്താവ് ഒന്നുമല്ല ചോദിക്കുന്നത്. പല അത്ഭുതങ്ങൾ അവരുടെ കയ്യാൽ നടന്നു. ഹല്ലേലൂയ. അതൊന്നും ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കവേ കണ്ടുപരിയായി, ബറിയോന ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് ഈ പ്രഭാതത്തില് പരിശുദ്ധാത്മാവിന് നമ്മോട് ചോദിക്കുവാനുള്ളത് ഇതൊന്നു മാത്രമാണ്. നീ എന്നെ സ്നേഹിക്കുന്നു? ഗ്ലോറി ലോർഡ്. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. ഗ്ലോറി. ഹല്ലേലൂയ ജീസസ്. അപ്പോൾ ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്നുള്ളതിന്റെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. എന്നെ സ്നേഹിച്ച് തന്നെ താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവപുത്രനെ കുറിച്ചുള്ള ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. പ്രിയമുള്ളവരെ, ഗ്ലോറി ലോർഡ്. 800 കോടി ജനത്തെയും സുവിശേഷം അറിയിപ്പാൻ, ആമേൻ, തങ്കുവറിന്റെ ഉള്ളിൽ കർത്താവ് കൊടുത്ത ആ ആലോചന, ആ ദർശനം പൂർത്തീകരിക്കുവാൻ തോളോട് തോൾ ചേർന്ന്, ഓ ഗ്ലോറി, ആര് നിൽക്കുന്നുവോ ഊറമന ശന്തരാധരന്ധരേ അവർ ലജ്ജിക്കുവാൻ ഇടവരത്തില്ല. ആമേൻ ഹല്ലേലൂയ. അവർ ഭൂമിയിൽ ഒരു വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ശിവനബലവ ശന്തര. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ചു, ഹല്ലേലൂയ, നമ്മെ അവന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. ഹാലിലെ സകല മഹത്വവും കർത്താവിന് കൊടുക്കാം. ഇത് പറയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ആമേൻ. ഒരു ദൈവമല്ലേ ഏറ്റവും വലിയ പ്രത്യാശയാണ്. എന്റെ കർത്താവ് വീണ്ടും പ്രതിഫലം നൽകുവാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് ദിവസം ഹല്ലേലൂയ ലാസ്റ്റ് ഇങ്ങനെയാ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. നീതി ചെയ്യുന്നവന് നീ നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കട്ടെ, സകലർക്കും പ്രതിഫലം നൽകുവാൻ എന്റെ കൈവശമുണ്ട്. ഗ്ലോറി ലോർഡ്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും അതിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട് ഈ ലോകത്തിലും. ആമേൻ ഹല്ലേലൂയ. ഓ ഗ്ലോറി ലോർഡ് ജീസസ്. I love you, Holy Spirit. ഉറമന ശന്തരാധരന്ധരാധരന്ധരേ
നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഓ നന്ദി കർത്താവേ, നന്ദി. ഇപ്പോൾ നിങ്ങളെ സ്നേഹിച്ചുവല്ലോ, നന്ദി അപ്പ. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവെ ഞങ്ങളെ വിളിച്ചതിന്റെ പിൻപിൽ അങ്ങേക്കൊരു പദ്ധതി ഉണ്ടല്ലോ. എല്ലാ മനുഷ്യരെ കുറിച്ചും അങ്ങേക്കൊരു പദ്ധതി ഉണ്ടല്ലോ അപ്പ. അത് പൂർത്തീകരിക്കുവാൻ, ആ ബോധ്യത്തിൽ നിൽപ്പാൻ, ആ ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളെ കാണുന്നവരെ വാസ്തവ അങ്ങയെ കാണുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഓ ആ സ്നേഹത്തിൽ മുന്നേറുവാൻ കർത്താവെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ ഓരോ ദിനവും നിറച്ചാട്ട് പരിശുദ്ധാത്മാവിന്റെ നേരിയ ശബ്ദം പോലും കേട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. ഒരിക്കൽ കൂടി വിനോദനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. വൈക്കം ഡേയ്സിൽ ഓരോ പ്രിയപ്പെട്ടവരെ ഇന്ന് സുമിലായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞങ്ങളെ നടത്തുന്ന ദേവദാസന്മാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദി അപ്പ. തുറന്നെടുക്കുന്ന ഓരോ മീറ്റിങ്ങുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക്, ഓ രാമാന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും അവിടുത്തെ വചനം ഉറപ്പിക്കുവാൻ തക്കണം അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി കർത്താവ്. ജീസസ് മൈറ്റി ലോർഡ്, ഈ പ്രഭാതത്തിൽ കർത്താവേ അവിടെ നിങ്ങളോട് സംസാരിച്ചല്ലോ അപ്പ. ഹല്ലേലൂയ. പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ്. എല്ലാ മഹത്വവും പുകഴ്ചയും എല്ലാം അപ്പ അങ്ങേക്ക് മാത്രം തരുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ബ്രദറെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം നമ്മോട് ഷെയർ ചെയ്ത മുഹമ്മദ് ബ്രദറിനെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതിനുവേണ്ടി മുഹമ്മദ് ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് അരുൺ എന്ന് പറഞ്ഞ എന്റെ ഓണറാണ്. അപ്പം തൊണ്ടയിലെല്ലാം ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് വായില് മുഴുവനും അത് പൊട്ടി ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിൽ വെള്ളം ഒന്നും കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പം അവര് വിശ്വാസത്തിലുള്ളവരൊന്നുമില്ല. അപ്പൊ പ്രാർത്ഥിക്കാൻ അവരുടെ സഹോദരിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോർണിംഗ് പ്രയറിൽ പറയാം, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണം. അരുൺ എന്ന പേര്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. വളരെ എന്റെ മോന്റെ ഒരു ഫോണും ലൈസൻസും കൂടി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. ഫോണും നഷ്ടപ്പെട്ടു. ഫോണും കുഴപ്പമില്ല, പോയാലും സാരമില്ല. പക്ഷെ ലൈസൻസ് പോയി ഒറിജിനൽ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. തീർച്ചയായിട്ടും ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവ് അത്ഭുതം ചെയ്യും. താങ്ക് യു ബ്രദർ. താങ്ക് യു. ബ്ലോസം ഇൻ ജീസസ്. ഈ വൈക്കം ദേശത്ത് ഒത്തിരി വൈക്കം ചർച്ചിൽ വന്ന ഒത്തിരി ആത്മാക്കള് കർത്താവിനെ തിരിച്ചറിയാതെ ഇപ്പം വരാതിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യണേന്. അപ്പം അവരുടെയൊക്കെ ഹൃദയം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജീസസ് ബ്രദറെ, എന്റെ ഒരു ആന്റി കുട്ടിയമ്മ എന്നാണ് പേര്. ആ ആന്റിയുടെ കുറച്ച് വസ്തു ഉണ്ട്. ആ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു കുട്ടിക്ക് പിന്നെ പഴനിക്ക് വെച്ച് വന്നിട്ട് ഭയങ്കര കരച്ചില്. അപ്പൊ കരച്ചപ്പോ എന്നൊന്ന് വിളിച്ചപ്പോ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ യേശുവിന്റെ നാമത്തിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതിനുവേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഹൃദയ എന്നാണ് പേര്. പ്രാർത്ഥിക്കാം. ഇനിയുണ്ടോ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ? എന്റെ വീടിനടുത്ത് ആതിര എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അച്ഛന് ക്യാൻസറും അമ്മയ്ക്ക് കാല് അങ്ങനെ തളർന്നിരിക്കുക. അപ്പൊ അവരുടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ബ്രദറ് ഈ 2023 തന്നെ ഒരു വീടും സ്ഥലവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ വാടകയ്ക്കാണ്. വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ? നമ്മുടെ
പറഞ്ഞൊരു ബ്രദറുണ്ട്. അവരുടെ ഒരു സ്ഥലം വിൽക്കാനായിട്ട് കുറെ നാളായിട്ട് കിടന്നിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. അത് ഇന്ന് വരുന്നുണ്ട്. അപ്പൊ അത് ഭംഗിയായി നടക്കാൻ വേണ്ടി അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ ബ്രോ. സ്തോത്രം. ഈ സമയം മുഹമ്മദ് ഈ പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കും. എന്തെങ്കിലും പ്രാർത്ഥന വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ചിന്തിച്ചാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മുഹമ്മദ് പ്രാർത്ഥിക്കാവോ? തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക. എന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും എന്ന കർത്താവിന്റെ വാഗ്ദത്ത വചനമാണ്. മക്കളാകുന്ന നമ്മൾ അപ്പനോട് ചോദിക്കുന്ന എന്തും ലഭിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവ്, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നു, സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ കിടന്നു കർത്താവില് പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനാണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായല്ല അസ്വസ്ഥകൾ, ആ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുക. അവിടുത്തെ അടിപ്പണ സൗഖ്യമായ ശരീരത്തിനെ ഞങ്ങൾ ആക്കുകയാണ്, പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, ആ പേഴ്സ്, ആ നഷ്ടപ്പെട്ടത് പണവും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൂതന്മാരോട് ഞങ്ങൾ കൽപ്പിച്ചാക്കുകയും ദൈവമക്കളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഗ്ലോറി ജീസസ്. യേശുവിന്റെ നാമത്തിൽ ദൂതനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, അത് തിരികെ ലഭിക്കട്ടെ. ആ മകന്റെ കയ്യിൽ അത് തിരികെ നൽകുന്നതിനായി നന്ദി. അത്ഭുത സാക്ഷ്യമായി കർത്താവ് നീ ഒരുക്കുന്ന വിധങ്ങൾക്കായി കർത്താവ് പലവിധമായ ആവശ്യങ്ങൾ ഇന്ന് പറഞ്ഞുവല്ലോ. ഭൂമിയുടെ ക്രയവിക്രയം നടക്കുവാൻ കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുമെന്ന് കർത്താവിന്റെ വചനമായി യേശുവിന്റെ നാമത്തിലുള്ള മുഖാന്തരങ്ങളെ അനുകൂലമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇതിന്മേൽ കൽപ്പിക്കുക. അതുപോലെ തന്നെ കർത്താവെ, ആത്മാക്കള് നഷ്ടപ്പെട്ടു പോകുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടനോട് കരമെടുത്തു മാറുവാൻ കൽപ്പിക്കുകയാണ്. അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങൾ പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മക്കൾ കടന്നു ചെല്ലുമ്പോൾ അത്ഭുത വിടുതൽ, ആമേൻ, അത്ഭുത ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ, ആമേൻ, നീ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകുമെന്ന് യോശുവോട് പറഞ്ഞതുപോലെ കർത്താവേ, ഇതിന് മക്കളാകുന്ന ഈ മക്കൾ കടന്നു ചെല്ലുമ്പോൾ, കാൽ ചവിട്ടുമ്പോൾ തന്നെ അത്ഭുത സാക്ഷ്യമായി നിന്റെ മക്കളെ നിർത്തുവാൻ പോകുന്നതിനായി നന്ദി കർത്താവ്. ഈ മക്കൾക്ക് ഒരു അത്ഭുതം തോന്നുമാറ് കർത്താവിന്റെ വലിയ പ്രവൃത്തി ഈ മക്കളുടെ കരങ്ങളാ കർത്താവ് നീ ചെയ്തെടുക്കുവാൻ പോകുന്നതിനായി നന്ദി കർത്താവ്. ഗ്ലോറി ലോർഡ് ജീസസ്. എല്ലാം മഹത്വം അങ്ങ് തരുന്നു അപ്പ. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കൃപയ്ക്കാനെന്ന് വിടുവിച്ചവനാണെന്ന് എല്ലാ മഹത്വം അങ്ങ് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. എല്ലാ പ്രാർത്ഥന ആവശ്യത്തിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വരത്തോടെ നമുക്ക് കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് നമ്മൾ ഷെയർ ചെയ്ത മോഹൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഉള്ളൂർ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന ശ്രീ മോഹൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മോഹൻ ബ്രദറെ, വളരെ അനുഗ്രഹമായിരുന്നു. നമ്മെ സ്നേഹിച്ചു, നമ്മളല്ല സ്നേഹിച്ച് നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി രക്തം കൊടുത്ത്, നമ്മളെ മറുവിലയായ രക്തം കൊടുത്ത് നമ്മളെ വിടുവിച്ച കർത്താവിന് എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് പ്രഭാതിൽ പരിശുദ്ധാത്മാവ് പ്രിയ മോഹൻമിലൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മോഹൻ ബ്രദറിനെ അനുഗ്രഹിക്കാം. ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ നീട്ടിക്കുക. വൈക്കണ്ട യോസഫിന് വലിയ അനുഗ്രഹമായിരുന്നു മോഹൻ ബ്രദറെ. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ ചേർന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിലും തന്റെ മകനോട് പറഞ്ഞ ഓരോ വചനവും കർത്താവെ ക്രിസ്തുവിൽ ഞങ്ങളെ ഉറപ്പിക്കുവാൻ, ഞങ്ങളെ കർത്താവെ ക്രിസ്തുവിൽ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിലും തന്റെ മകനോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ മോഹൻ ബ്രദറിനെ അനുഗ്രഹിക്കുമ്പോൾ ഇനിയും കർത്താവെ ഇതുവരെ കാണാത്ത നന്മകൾ, ഇതുവരെ വെളിപ്പെടാത്ത കർത്താവെ അങ്ങയുടെ മഹത്വം തന്റെ മകന്റെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ദേശങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് പ്രിയ മകൻ കുടുംബം ഒരു അനുഗ്രഹവും അത്ഭുതവും ഉയർച്ചയും മാനവുമായി തീരട്ടെ കർത്താവെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തളിർത്ത് പൂത്ത് ഫലം കായ്ക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല നന്മ കൊണ്ട് നിറച്ച കരുണയ്ക്ക് നന്ദി. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം. താങ്ക് യു മോഹൻ ബ്രദറെ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട വീഡിയോസിലേക്കൊക്കെ പോവുകയാണ്. തുടർന്ന് സമയം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാം. അപ്പൊ അനുഗ്രഹിക്കട്ടെ. അനിൽ ബ്രദർ. Hallelujah.
കാശിരുവേ ഊത്തുരണ്ടിരുവേ ഊത്തുരണ്ടിരുവേ ഹരം കാശിരുവേ ഹരം കാശിരുവേ ഫൈറ്റ് വരുന്നേ ബോട്ട് വരുന്നേ ഷിപ്പ് വരുന്നേ ശരി വരുന്നേ ഫൈറ്റ് വരുന്നേ ബോട്ട് വരുന്നേ ഷിപ്പ് വരുന്നേ ശരി വരുന്നേ യേശുവിൽ കാക്കൾ വന്നിടുവേ യേശുവിൽ കാക്കൾ വന്നിടുവേ യേശുവിൽ കാക്കൾ വന്നിടുവേ. ആമേൻ. സ്തോത്രം. അനിൽ ബ്രദർ എന്തെങ്കിലും പറയാമെന്നാണ് അനിൽ ബ്രദറെ? ബ്രദറെ ഞാൻ പറഞ്ഞത് എന്റെ കേസ് ഓക്കെ. എന്നെ ഇങ്ങനെ ആക്കിയത് എന്നെ ഒരു പാസ്റ്റർ ആക്കിയത് പ്രിയ മോപ്പയാണ്. കർത്താവ് അത്ഭുതകരമായ ദൈവത്തോട് വളരെ അന്നോട്ട് ഇന്ന് വരെ ഒരു മനുഷ്യനോട് പോലും ഇന്ന് വരെ ചൂടാകാതെ ഞാൻ കണ്ടിട്ടില്ല. ദേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു വാക്ക് ഇന്ന് വരെ മകന്റെ ജീവിതത്തിൽ എന്റെ 18-20 വർഷത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നും എനിക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം തരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഞങ്ങളുടെ പ്രിയ പപ്പ ഞങ്ങൾ വിളിക്കുന്നത്, അതുപോലെ ഞങ്ങളെ വളർത്തി ഇതുവരെ ആക്കിയതിൽ പ്രിയ ദൈവദാസങ്ങളുടെ പങ്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആമേൻ. ഇനിയും കർത്താവ് അനുഗ്രഹിക്കും പോക്കാം. ഈ ഇവിടെ തന്നെ ഞാനായിരിക്കുന്നിടത്ത് ഡയോസിസിൽ ഒന്ന് വചനം പറയാനുള്ള ഭാഗ്യം, അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് നമുക്ക് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളിലേക്കൊക്കെ പോകാം. സാക്ഷ്യങ്ങളുള്ളവർക്ക് ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് സാക്ഷ്യങ്ങൾ പറയാനുള്ള സമയമാണ്. ഹലോ ബ്രദറെ, ഈ കഴിഞ്ഞ ഒരു എന്തിന് ഞങ്ങളുടെ ഹൈവേയുടെ സ്ഥലം എന്റെ രാജ്യന്റെ സ്വത്തിൽ ഭാഗമാണ്. അപ്പൊ അത് ഹൈവേയുടെ സൈഡ് വിറ്റ് പോയപ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് നമുക്ക് 10 കോടി കിട്ടിയതാണ്, അതിൽ 10 ലക്ഷമെങ്കിലും പുഷ്പയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും തന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം അച്ഛന് മരുന്ന് മേടിക്കാൻ വേണ്ടി 15,000 രൂപ തന്നു. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചും പറഞ്ഞ് അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാന്ന്. അപ്പൊ അവർ സമൃദ്ധമായിട്ട് തന്നത് കൊണ്ട് ഇനിയും അവര് തരാനായിട്ട് തന്നെ ഊഹിച്ചിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവര് നമ്മള് നിനക്കാത്തത് അവര് തന്ന് ഇനി അടുത്തത് തന്നെ അതും തരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാണ് അന്ന് അവിടെ മേടിക്കാൻ പോയത്. യേശുവിന്റെ ഒരു പേരിൽ ഞാനത് പറഞ്ഞു, യേശു എനിക്കത് മൊത്തമേ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടും തന്നിട്ടുണ്ട്, തരും. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. സ്തോത്രം. ഇനി സാക്ഷ്യങ്ങളുണ്ടോ? പെരുകും ഏറും വർദ്ധിക്കും. അത് കർത്താവ് അപ്പൊ തന്നെ അത്ഭുതം ചെയ്ത് ഒരു ഭവനം വാടകയ്ക്ക് പോകാൻ, ഞാൻ ഒരു ബ്രോക്കർമാരെ വിളിക്കാറുമില്ല, ഒന്നുമില്ല. പക്ഷെ നേരിട്ട് വന്ന് വീട് വാടകയ്ക്ക് കാലത്തെ തന്നെ പോയി കർത്താവ് അത്ഭുതമാക്കി. കർത്താവിന് നന്ദി. ഒരു ബ്രോക്കർ കാശ് പോലും കൊടുക്കാതെ കർത്താവിന്റെ വലിയ അത്ഭുതം ചെയ്തു. കർത്താവിന് നന്ദി. ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി സാക്ഷ്യങ്ങളുണ്ടോ? ഇനി ബ്രദറെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല. ഓക്കെ, നമുക്ക് കരീമിൻ ഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. സമയം സജീവ പിതാവെ, ഞങ്ങൾ ചേർന്ന് കർത്താവെ കരീമിൻ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവാം ദൈവമേ,
കർത്താവ് ആക്കിയിരിക്കുന്ന അധികാരത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. സകല അധികാരത്തെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. വിശേഷ കർത്താവെ, അങ്ങയുടെ നാമം മഹത്വത്തിനായി കർത്താവ് തിരഞ്ഞെടുത്ത് ആത്മാവിലാക്കിയിരിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ എല്ലാം ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഈ രാജ്യം ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞൊരു രാജ്യമായി തീരണം. സുവിശേഷത്തിന് ഒരു തടസ്സവും കൂടാതെ യേശുവിന്റെ സ്നേഹം കർത്താവെ രാജ്യം മൊത്തം വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് തന്റെ മക്കളെ ഉപയോഗിക്കണം. അതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ഈ നാളുകൾ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ രാജ്യം പിടിക്കപ്പെടണം. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല നന്മ കൊണ്ട് നിറച്ചതിന് നന്ദി. ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സോ എല്ലാരും റെഡി ആയിട്ടിരിക്കുക. 26-ാം തീയതി മോസ്റ്റ് പവർഫുൾ യൂത്ത് കോൺക്ലേവ് നടക്കാൻ പോവുകയാണ്. രജിസ്റ്റർ ചെയ്യാത്തവരെല്ലാം ഇനി പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഒത്തിരി ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസന്മാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം. സോ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. വളരെ കുറച്ച് ദിവസം, 5 ദിവസം കൂടെ ഉള്ളൂ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിൽ പേരൻസിന് പകുതി പൈസയേ ഉള്ളൂ കേട്ടോ. അതിന്റെ അപ്ഡേഷൻ പക്ഷെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പാരന്റ്സിന് 50% കുറവുണ്ട്. 500 രൂപയേ ഉള്ളൂ. സോ എല്ലാരും, എല്ലാ പാരന്റ്സും മക്കളോടൊപ്പം തന്നെ പോകാൻ നോക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സജീവൻ ബ്രദറെ പ്രാർത്ഥിച്ച് ആശ്വാസം പറയാം. പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ കേൾപ്പിച്ച ഓരോ വചനവും കർത്താവിന്റെ സ്നേഹവും എല്ലാം കർത്താവിൽ നിന്ന് അനുഭവിക്കാൻ അങ്ങ് തന്ന മഹാകരുണയും കൃപയോ ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം സൂമിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, പെരുകി വർദ്ധിച്ച് കർത്താവെ സമൃദ്ധിയായി ഈ നാളുകളിൽ ഇതുവരെ കാണാത്ത നന്മ ഓരോ മക്കളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് പ്രിയ മകനിലൂടെ തന്നതുപോലെ തന്നെ കർത്താവ് ഈ നാളുകൾ ഒരു വർധനവതിന്റെ നാളുകളായിരിക്കണം. അത് പെരുകണം കർത്താവെ. ലോകം ഇന്ന് കാണത്തക്ക രീതിയിൽ അങ്ങയുടെ വലിയ മഹത്വം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. യേശുവിന്റെ നാമത്തിൽ വിശേഷ കർത്താവെ, ഞങ്ങൾ 26-ാം തീയതിയിലേക്ക് ഓർമ്മയായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കർത്താവെ തന്റെ മക്കളെ എല്ലാം അയക്കുമ്പോൾ തന്നെ കർത്താവ് അതിനെക്കുറിച്ച് കർത്താവിന് വലിയൊരു പദ്ധതി ഉണ്ടല്ലോ. അതിലെല്ലാവർക്കും കടന്നു പോകാൻ അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും ദൈവത്തിന്റെ ആത്മാവെ ഒരുക്കണം. വിശേഷ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ആത്മീയ പിതാവും ഇടയനുമായിരിക്കും തങ്കുവനെ ഞങ്ങൾ ചേർന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഈ പിതാവ് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ അനുഗ്രഹമാണ്. ഞങ്ങൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അനിയാന്റിയെ, റോണക് മന്നെ സാറെ, ആ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. വിശേഷാൽ തോമസുർജാനി കുടുംബമായി ഞങ്ങൾ ചേർന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മിനിഷാനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബം അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കർത്താവ് ഡയോസിസ് പാസ്റ്റർ വിനോദിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നന്മയാണ് കർത്താവ് വിനോദനെയും കർത്താവ് ലിനുശേഷനെയും കർത്താവ് തലമുറകളെയും ഞങ്ങൾ ചേർന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുകയാണ്. വിശേഷം കർത്താവ് വൈക്കണ്ട യോസഫിന്റെ എല്ലാ പാസ്റ്റേഴ്സിനെയും കർത്താവ് വാക്യത്തിന്റെ ഓരോ സഭകളെയും സഭകളിലെ ഓരോ പ്രിയ മക്കളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല നന്മ കൊണ്ട് നടച്ചതിന് നന്ദി കർത്താവേ. പ്രാർത്ഥന കേട്ട നന്ദി കർത്താവേ. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അകൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹം പുത്രന്റെ കൃപയും നമ്മെ വഴി നടത്തിയും നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം സഹവാസം കൂട്ടായ്മ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയ മക്കളുടെ മേലും നമ്മളാക്കിയിരിക്കുന്ന സഭയ്ക്ക് മേലും നമുക്ക് തന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെയും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നിന്ന് പിതാവായ ദൈവത്തിന് നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. മോർണിംഗ് വീഡിയോ. വാസ്തവത്തിൽ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസവും യേശുക്രിസ്തുവുമായിട്ടുള്ള ജീവിതം വളരെ സിമ്പിളാണ്. അപ്പോൾ തന്നെ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മളത് ചിന്തിക്കുക, നമ്മൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ ചുറ്റും കാര്യങ്ങൾ നടക്കുന്ന ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിനെ ട്യൂൺ ആക്കേണ്ടത് ദൈവവചനപ്രകാരം. യേശു എൻ്റെ കർത്താവാകിയാൽ ഈ വചനത്തിൽ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട പൂത്തുലയുന്ന ഒരു ദിവസം, ഏറുന്ന പെരുകുന്ന വർദ്ധിക്കുന്ന ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. തിങ്കളാഴ്ച കാണാം.